ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. കമ്പനി ബോർഡ് LGS പരീക്ഷ ലക്ഷ്യം വെച്ച് നമ്മുടെ ആനുകാലികം ഇന്ന് 4ാമത്തെ ക്ലാസ്സാണ്. ഇതിൽ നമ്മൾ സിലബസ് അടിസ്ഥാനത്തിൽ 2025 ജനുവരി ഫെബ്രുവരി കവർ ചെയ്തു. ഇന്ന് മാർച്ചിലെ പ്രധാന വസ്തുതകളാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞു, PSC ബുള്ളറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളാണ്. കാരണം കൂടുതൽ ചോദ്യങ്ങളും PSC ബുള്ളറ്റിനിൽ നിന്നാണ് മത്സര പരീക്ഷകൾക്ക് കണ്ടുവരുന്നത്. അപ്പോൾ ഒരു തവണ വീഡിയോ കേൾക്കുക, കേട്ട ശേഷം നിങ്ങൾ നോട്ട്ബുക്കിലൊന്ന് കുറിച്ച് വയ്ക്കുക. അപ്പോൾ മൈൻഡ് കോർഡിനേഷൻ കുറച്ചുകൂടി സെറ്റാവും. അത്യാവശ്യം ചോയ്സ് കാണുമ്പോഴെങ്കിലും നമുക്ക് ഉത്തരം കൈകളിലേക്ക് ഓടിയെത്തും. അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി AI ഉച്ചകോടി പാരീസിൽ നടന്നു. അടുത്ത AI ഉച്ചകോടിക്ക് ഇന്ത്യ വേദിയാകും. രണ്ടും ശ്രദ്ധിക്കണം. AI ഉച്ചകോടി, നിർമ്മിത ബുദ്ധിയുടെ ഉച്ചകോടി പാരീസിൽ നടന്നു. 2026 ഇന്ത്യ വേദിയാകും. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം പ്രശസ്ത കഥക് കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്ക് 1.5 ലക്ഷം രൂപയാണ് പുരസ്കാരം. ഏകദിന ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ 150 റൺസിലെത്തുന്ന ആദ്യ കളിക്കാരനായി ദക്ഷിണാഫ്രിക്കയുടെ മാത്യു പ്രിറ്റ്സ്കൈ. സ്വാതി അയ്യപ്പപ്പണിക്കർ സാഹിത്യ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ K. ജയകുമാറിന്. 2032 ഭൂമിയിൽ പതിക്കാനിടയുള്ള 2024 YR4 ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കാൻ ഐക്യരാഷ്ട്രസഭ. മധ്യപ്രദേശിലെ രേവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നു. ശ്രദ്ധിക്കുക, ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം ഇന്ത്യയിൽ നിലവിൽ വരുന്നത് മധ്യപ്രദേശ്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിൻ്റെ പേര് വിജയ് ദുർഗ് എന്നാക്കി മാറ്റി. പഴയ പേര് ഫോർട്ട് വില്യം എന്നായിരുന്നു. അപ്പോൾ കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിൻ്റെ പേര് ഫോർട്ട് വില്യം എന്നതിൽ നിന്ന് വിജയ് ദുർഗ് എന്നാക്കി മാറ്റി. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമമാണ് ഓവർസീസ് മൊബിലിറ്റി ഫെസിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയുടെ പേര് IPCA, ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. 38ാമത് ദേശീയ ഗെയിംസിൽ സർവീസസ് ചാമ്പ്യന്മാരായി. കേരളത്തിൻ്റെ സ്ഥാനം 14. ഉത്തരാഖണ്ഡായിരുന്നു വേദി. എല്ലാം ചോദ്യം ശ്രദ്ധിക്കേണ്ടതാണ്. തദ്ദേശ പുരസ്കാരം ഉറപ്പായും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, മികച്ച ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച നഗരസഭ ഗുരുവായൂർ. കലാനിധി അക്ഷരരത്ന പുരസ്കാരം PV ചന്ദ്രന്. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ പങ്കജ് അദ്വാനി ജേതാവായി. പൂർണ്ണ പുരസ്കാരം KS ചിത്രയ്ക്ക്. ശ്രീ പാർവതി സ്ത്രീരത്ന പുരസ്കാരം ജില്ലാ കളക്ടർ അനുകുമാരിക്ക്. പ്രഥമ പത്മകീർത്തി പുരസ്കാരം ഡോക്ടർ നാരായണന്. ജ്ഞാനപ്പാന പുരസ്കാരം സാഹിത്യ നിരൂപകൻ KP ശങ്കരന്. ചിത്രകാരൻ മോപ്പസാങ് വാലത്ത് അന്തരിച്ചു. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാറിനെ നിയമിച്ചു. ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാറിനെ നിയമിച്ചു. IVFലൂടെ ലോകത്ത് ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച് ഓസ്ട്രേലിയ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിന്. കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2024 ഇന്ത്യക്ക് 96ാം സ്ഥാനം. 1ാം സ്ഥാനം നേടി ഡെൻമാർക്ക്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ നടന്നു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ
ഗാനറ്റ്സ് ആണ് രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം. ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 14,000 റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് ഇന്ത്യയുടെ വിരാട് കോഹ്ലിക്ക്. ഏകദിനത്തിൽ കൂടുതൽ ക്യാച്ച് എടുക്കുന്ന ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി, 158 ക്യാച്ചസ്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. ചന്ദ്രയാൻ, മംഗൾയാൻ, അടുത്തത് സമുദ്രയാൻ. എൻ രാമചന്ദ്രൻ പുരസ്കാരം ഷബാന ആസ്മിക്ക്. ബാഡ് ഡേ വേവർ ബെൽജിയം പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. രേഖ ഗുപ്ത ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന രേഖ ഗുപ്ത. 9ാമത്തെ മുഖ്യമന്ത്രിയാണ്, 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട മാർച്ച് മാസത്തിലെ ആനുകാലിക സംഭവങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഓരോ മാസവും വ്യത്യസ്തത വരും. ഇവിടെ തദ്ദേശ പുരസ്കാരങ്ങൾ ഉറപ്പായിട്ടും ഒരു ചോദ്യം വരുന്ന മേഖലയാണ്. അതുപോലെ തന്നെയാണ് കായികം. പിന്നെ പറഞ്ഞിരിക്കുന്ന കരസേനയുടെ ആസ്ഥാനത്തിൻ്റെ പേര് മാറ്റിയിരിക്കുന്നത്. വംശനാശ ഭീഷണി, അതൊരു ചോദ്യം വരാം. 38ാമത് ദേശീയ ഗെയിംസ്. അങ്ങനെ സത്യം പറഞ്ഞാൽ കണ്ടൻറ്റ് കുറവാണെങ്കിലും ചോദ്യങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് മാർച്ച് മാസത്തിലെ ഈ പറഞ്ഞിരിക്കുന്ന PSC ബുള്ളറ്റിൻ. അതുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കുക. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ചു. ഇതൊക്കെ പ്രസക്തിയുള്ള ചോദ്യങ്ങളാണ്. നന്നായി പഠിക്കുക. തീർച്ചയായിട്ടും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓരോ തവണയും കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.